അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. നമ്മൾ ദൈർഘ്യത്തെക്കുറിച്ചിട്ടാണ് പറയുന്നത്. ഓക്കെ, സാധാരണ ദൈർഘ്യം. ഓക്കെ, സാധാരണ ദൈർഘ്യം ഇത് മൂന്നെണ്ണാണ്. ഓക്കെ, മൂന്നെണ്ണമാണ്. ഏതൊക്കെയാണ്? അലിഫ്, വാവ്, യാ. ഓക്കെ, അത് നമുക്കൊരു ഓർഡറിൽ എഴുതാം. അലിഫ്, യാ, വാവ് എന്ന് എഴുതാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഫത്ഹയുടെ കൂടെ അലിഫാണ് വരിക, കിസ്റയുടെ കൂടെ യാ ആണ് വരിക, ളുമ്മൻ്റെ കൂടെ വാവാണ് വരിക. അപ്പോൾ ഫത്ഹ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബാ എഴുതി ബാന്ന് നീട്ടണം. ബാന്ന് നീട്ടണമെങ്കിൽ അവിടെ ഒരു യാ കൊടുത്താൽ മതിയോ? പോരാ. അവിടെ എന്താ കൊടുക്കേണ്ടത്? അവിടെ അലിഫ് തന്നെ കൊടുക്കണം. ഓക്കെ, ഇനിയിപ്പോൾ ഇവിടെ ഒരു യാ എഴുതി, ഓക്കെ, അതിൻ്റെ മുകളിൽ ഒരു അലിഫ് ഉണ്ടെങ്കിലേ ബാന്ന് വായിക്കുള്ളൂ, ഇല്ലെങ്കിൽ എന്ത് വായിക്കൂല? ബാന്ന് വായിക്കൂല. അപ്പോൾ ഫത്ഹ ഇട്ട ഏത് അക്ഷരമാവട്ടെ അതിനെ ദീർഘിപ്പിക്കണമെങ്കിൽ, രണ്ടനക്കം ദീർഘിപ്പിക്കണമെങ്കിൽ ഇവിടെ എന്ത് കൊടുക്കണം? ഈ അലിഫ് മദ് കൊടുക്കണം. ഓക്കെ, ഫത്ഹ ഇട്ട അക്ഷരങ്ങളെ ദീർഘിപ്പിക്കാൻ ഈ അലിഫ് മദ്, കിസ്റ ഇട്ട അക്ഷരങ്ങളെ ദീർഘിപ്പിക്കാൻ യാ മദ്, ലമ്മ ഇട്ട അക്ഷരങ്ങളെ ദീർഘിപ്പിക്കാൻ വാവ് മദ്. ഓക്കെ, ഇതിന് നമ്മൾ രണ്ടനക്കാണ് ദൈർഘ്യം പാടുള്ളൂ കേട്ടോ. ഓക്കെ, രണ്ടനക്കം. അനക്കം എന്ന് പറഞ്ഞാൽ രണ്ടക്ഷരം പറയുന്ന സമയം, വിരൽ 2 വട്ടം അനക്കുന്ന സമയം, അത്രയ്ക്കേ ഉള്ളൂ. അപ്പം നമ്മൾ മലയാളത്തിൽ ചായ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ദൈർഘ്യമല്ലേ, ആ ഒരു ദൈർഘ്യമേ നമുക്ക് നീട്ടാനുള്ളൂ. ചാന്ന് പറഞ്ഞ് നീട്ടിപ്പോവരുത്. ഓക്കെ, ഇതൊന്ന് നോട്ടിലേക്ക് എഴുതിയെടുക്കുക. നോട്ടിലേക്ക് എഴുതേണ്ടത് എങ്ങനെയാണ്? സാധാരണ ദൈർഘ്യം എന്ന് എഴുതിയെടുക്കുക. ദൈർഘ്യം 3 എണ്ണം. അലിഫ്, യാ, വാവ്. 2 അനക്കം മാത്രം നീട്ടുക. ഇങ്ങനെ എഴുതിയെടുക്കുക കേട്ടോ.